അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ന് ബുഷിയെ അതാ സ്നേഹത്തോടെ അവൻ വിളിക്കുന്നു. മറ്റാരുമല്ല, അൻഷിഫ്. ബുഷി. ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോയി. ഈയിടെയായി എന്നോടൽപ്പം ദേഷ്യത്തിലാണ്, എന്നോടൽപ്പം കാഠിന്യത്തിനുമാണ്. ശരിക്കും എന്തോ അറിയില്ല. അവൾ തൻ്റെ ഭർത്താവിൻ്റെ സ്നേഹത്തോടെയുള്ള ആ ഒരു വിളി കേൾക്കാൻ കൊതിച്ചിരുന്നു. ബുഷി. വേദനയോടെ അദ്ദേഹം വിളിക്കുന്നു. ആ, എന്താ? ബുഷി. അദ്ദേഹത്തിന് സംസാരിക്കാൻ വാക്കുകൾ കിട്ടാത്ത പോലെ കണ്ണുകൾ നിറയുന്നു, മുഖമാകെ ചുവന്നിരിക്കുന്നു. എന്താ? എന്തു പറ്റി? ബുഷി, എന്നോട് ക്ഷമിക്കണം. എന്തിന്? അത്രയ്ക്കും മനസ്സിനുള്ളിൽ ആഗ്രഹം കൊണ്ടാണ് ഞാൻ നിന്നോട് ഇതൊക്കെ പറഞ്ഞത്. അങ്ങ് എന്താ പറയുന്നത്? എനിക്ക് മനസ്സിലായില്ലല്ലോ. ഞാൻ നിന്നെ ഇതിനൊക്കെ വേണ്ടി നിർബന്ധിച്ചത് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലെ അങ്ങേയറ്റുള്ള ആഗ്രഹം കൊണ്ടാണ്. ഒരു കുഞ്ഞിനെ താലോലിക്കാൻ, അതെ, തൻ്റേതെന്ന് പറഞ്ഞ് ഒരു കുഞ്ഞുണ്ടാകുക എന്ന് വെച്ചാൽ ഈ ഭൂമിയിൽ ആരുടെയും ആഗ്രഹമാണല്ലോ. എനിക്കും അതുപോലെ തന്നെ ഒരു പിതാവാകാൻ, എന്നെ ഒരു കുഞ്ഞ് ഉപ്പ എന്ന് വിളിക്കാൻ എൻ്റെ മനസ്സും ഒരുപാട് കൊതിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കതിന് ഭാഗ്യമില്ലാതായിപ്പോയി. എന്താ ചെയ്യുക? അതെ, ഏതൊരു പിതാവിൻ്റെയും വിരലിൽ തൂങ്ങിക്കൊണ്ട് ആ കുഞ്ഞുകുട്ടി നടക്കുമ്പോൾ, പിച്ച് വെച്ച് നടക്കുമ്പോൾ, ഒന്ന് സങ്കടപ്പെട്ടാൽ നെഞ്ചോട് ചേർത്ത് അണക്കുമ്പോൾ, അതൊക്കെ ആരുടെയൊക്കെ കാണുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അത് വെറും ഒരു സ്വപ്നമാണെന്ന് എനിക്ക് തോന്നും. അങ്ങനെ അങ്ങ് ആശ്വസിക്കും. പക്ഷേ ഈയിടെയായി എൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറക് മുളിച്ചിരുന്നു. പക്ഷേ ആ ചിറകുകളെല്ലാം കരിഞ്ഞ പോലെ, ആ ചിറകുകൾ വെട്ടിയെറുത്തതുപോലെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ബുഷി, ഞാൻ നിന്നോടതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു. എൻ്റെ മനസ്സിൻ്റെ അങ്ങേയറ്റത്തെ ആഗ്രഹം കൊണ്ടാണ് ഞാൻ എന്നോട് പറഞ്ഞത്. ആ ഒരു ചികിത്സാരീതി എനിക്ക് അത്രക്കും ആഗ്രഹിച്ചു പോയി, ഒരു കുഞ്ഞിനെ. എന്നാൽ അത് കേട്ടപ്പോൾ ബുഷി ഒരു നിമിഷം ഞെട്ടി. ഇക്ക, അത്? ബുഷി, അതെ, നീ പ്രസവിച്ച കുഞ്ഞിനെ എനിക്ക് വേണം. നീ പ്രസവിച്ച കുഞ്ഞ് അതെൻ്റെ കുഞ്ഞാണ്. അതിനു വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ്. അതിനു വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ നമ്മൾ ക്ഷണിച്ചതാണ്. പക്ഷേ ഇത്രയൊക്കെ തന്നെ ലക്ഷ്യങ്ങളാണ് വേണ്ടി വന്നാലും ഒരു കുഞ്ഞെന്നുള്ളത് എൻ്റെ സ്വപ്നമാണ്. എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലെ സ്വപ്നം. അത് പൂർത്തീകരിക്കാൻ എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല, അല്ലേ? ഞാൻ നിൻ്റെ മുമ്പിൽ യാചിച്ചതും പറഞ്ഞതും, നിന്നെ ഉപദ്രവിച്ചതും ചീത്ത പറഞ്ഞതും ഒരു കുഞ്ഞെന്ന സ്വപ്നം കണ്ടുകൊണ്ടാണ്. എന്നോട് ക്ഷമിക്കണം. ഇനി ഒരിക്കലും ഞാനത് പറയില്ല. കാരണം ഇനിയും ഞാൻ പറഞ്ഞാൽ, ഇല്ലാത്ത കാര്യത്തിന് വേണ്ടി ഞാൻ ഇറങ്ങി പുറപ്പെട്ടാൽ, അതിനു വേണ്ടി പറഞ്ഞാൽ, പിന്നെ ഭർത്താവ് എന്ന പേരിൽ എനിക്ക് എന്ത് സ്ഥാനമുള്ളത്? ഭർത്താവ് എന്ന് പറഞ്ഞാൽ അവളെ സംരക്ഷിക്കുന്നവൻ എന്നതാണ്. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം. ബുഷിക്ക് എന്ത് പറയണമെന്നായിപ്പോയി. ഇക്ക, അത് സാരമില്ല, അതിനെന്താ? ഇനി അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. ബുഷി, നമുക്ക് വേറൊരു ഹോസ്പിറ്റലിൽ പോയാലോ? അവിടേക്കല്ല, നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, മറ്റൊരു ഹോസ്പിറ്റലിലേക്ക്. എന്നാലെങ്കിലും നീ പ്രസവിക്കുന്ന കുഞ്ഞിനെ എനിക്കൊന്ന് എടുക്കാമല്ലോ. നിനക്ക് ഒരു കുഴപ്പമില്ലല്ലോ. ഒരു പക്ഷേ അങ്ങനെ ഒന്ന് നോക്കിയാലോ? എന്നാൽ അത് കേട്ടപ്പോൾ ബുഷിക്ക് അല്പം ആശ്വാസം തോന്നി. കാരണം തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ ആ ഒരു ആഗ്രഹമല്ലേ, അത് എത്ര കയ്പുള്ളതാണെങ്കിലും അതങ്ങ് സാധിപ്പിച്ചു കൊടുക്കണം എന്നും അവൾ വിചാരിച്ചു. കുഞ്ഞെന്ന് പറയുമ്പോൾ എല്ലാവർക്കും വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ട് ബുഷി, എന്താ നിൻ്റെ അഭിപ്രായം? നിൻ്റെ മനസ്സറിഞ്ഞെങ്കിൽ മാത്രം മതി. നിനക്ക് അത് പറയാൻ, അല്ലെങ്കിൽ അതിന് താല്പര്യമുണ്ടെങ്കിൽ മാത്രം
ഞാൻ നിന്നെ നിർബന്ധിക്കുള്ളൂ, അല്ലാതെ ഒരിക്കൽ പോലും ഞാൻ നിന്നെ വലിച്ചിഴക്കില്ല, സത്യമായിട്ടും. ഇക്ക, ആ ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ ഞാൻ വേറെ ഹോസ്പിറ്റലിലേക്ക് വരാൻ തയ്യാറാണ്. നിനക്ക് ഏത് ഹോസ്പിറ്റലാണ് വേണ്ടത് അത് ഞാൻ സെലക്ട് ചെയ്യും. അതിന് ലക്ഷങ്ങൾ വേണ്ടി വന്നാലും ശരി. അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ ബുഷിയുടെ മനസ്സ് ഒന്ന് തണുത്തു. അവൾ വിചാരിച്ചു, റബ്ബേ, സിനാൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ, അത് മതി. അതിനിപ്പോൾ എൻ്റെ ഭർത്താവിന് അങ്ങനെ ഒരു ആഗ്രഹമാണെങ്കിൽ അദ്ദേഹത്തിന് ലൈംഗിക ബന്ധത്തിന് കഴിയില്ലെങ്കിൽ ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാം, അല്ലാതെ എന്ത് ചെയ്യാൻ. സാരമില്ല, എന്നാലും ഒരു കുഞ്ഞിനെ കിട്ടുമല്ലോ. അവളും സന്തോഷിച്ചു. അവൾ ആ സ്വപ്നത്തിലേക്ക് അങ്ങ് കടന്നു പോയി. മോളെ, എന്നാൽ പിന്നെ നീ ഒരു ഡേറ്റ് പറ. എന്നാൽ പിന്നെ അധികമൊന്നും വൈകിപ്പിക്കാതെ ഇൻഷാ അല്ലാ എൻ്റെയൊക്കെ പറയുന്ന പോലെ എന്നാൽ നമുക്ക് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് അങ്ങനെ പോയി നോക്കിയാലോ? ഡോക്ടറെ ഒന്ന് കാണാം, പിന്നെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ. ഓക്കെ, ആയിക്കോട്ടെ. എന്നാൽ ഈ സമയം അതാ നമ്മുടെ ഷാമിലിൻ്റെ വീട്ടിൽ. ഷാമിലിന് അന്നുറക്കമേ വരുന്നില്ല. കാര്യം മറ്റൊന്നുമല്ല, അതെ, ശരിക്കും അൻഷിഫ് കഴിവ് കെട്ടവൻ എന്നുള്ള ഒരു വാക്ക് സിനാനിൽ നിന്ന് വന്നത്. അതാണ് അവൻ ഓർക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്? ഹേയ്, ഒരിക്കലും അങ്ങനെ ആവില്ല. കാരണം എങ്ങനെ സിനാൻ, അൻഷിഫ് അവർ തമ്മിൽ എന്തൊക്കെയോ വലിയ ബന്ധങ്ങളുണ്ട്. ഓക്കെ, നോ പ്രോബ്ലം. പക്ഷേ ബുഷിക്കും എന്തൊക്കെയോ എന്നോട് പറയാനുണ്ട് എന്നൊരു തോന്നൽ എനിക്കുണ്ട്. അവൾ എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്. അവളുടെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ അവൾ എന്തോ മറച്ചു വെക്കുന്നുണ്ട്. സിനാൻ അവൻ്റെ മുമ്പിൽ വെച്ചാണല്ലോ പറഞ്ഞത് കഴിവ് കെട്ടവൻ എന്നുള്ളത്. എന്തായിരിക്കും അതിനർത്ഥം? ഇനിയൊരു പക്ഷേ അവർ തമ്മിൽ അതൊന്നും ആകാൻ വഴിയില്ല. എന്നാലും കഴിവ് കെട്ടവൻ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കും? എനിക്കറിയുന്നില്ല. ആരോട് ചോദിക്കും റബ്ബേ? അത് ബുഷിയോട് ചോദിച്ചാൽ അതൊരു പക്ഷേ വേണ്ട. പിന്നെ ആരോട് ചോദിക്കും? അജ്മലിനോട് പറയാനും വയ്യ. ഇതിപ്പോൾ എന്താ ചെയ്യുക? ഞാൻ ആകെപ്പാടെ ഒരു ടെൻഷനായ പോലെയായല്ലോ. പഠിച്ചോനെ റബ്ബേ, സത്യത്തിൽ എന്താണ് ബുഷിക്ക് സംഭവിച്ചത്? ബുഷിയുടെ ഭർത്താവിന് എന്താ സംഭവിച്ചത്? അദ്ദേഹത്തിന് അന്ന് സിനാൻ എന്തൊക്കെയോ അവളെ കൈക്കലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അൻഷിഫ് അറിയുന്നില്ലേ? അൻഷിഫ് അതൊന്നും കാണുന്നില്ലേ? ഞാൻ എന്തൊക്കെയോ പറഞ്ഞു നോക്കി എന്നെ ചീത്ത പറഞ്ഞ് ആട്ടുന്നല്ലാതെ ഒരിക്കലും അത് അൻഷിഫിന് മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ? തൻ്റെ സ്വന്തം ഭാര്യയെ ഒരാൾ സ്നേഹത്തോടെ ഒന്ന് നോക്കുന്നത്, സ്നേഹത്തോടെ ഒന്ന് തൊടാൻ ശ്രമിക്കുന്നത്, അവൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അവളെ വെറുതിയിലാക്കുന്നത് ഏതൊരാണിനെ കണ്ടാലും മനസ്സിലാകും. എനിക്ക് മനസ്സിലായി. കാരണം എൻ്റെ ബുഷിയെ തൊട്ടുരുമി നടക്കുന്നത് അത് എനിക്ക് മനസ്സിലായി. അത് സിനാൻ്റെ മോശം പ്രവൃത്തിയാണെന്ന്. അത് ശരിയാണ്, ഡോക്ടറാണ്. ഡോക്ടറായാലെന്താ, ഒന്നിനും മടിക്കാത്തതായി ഇരിക്കുമല്ലോ. ഇത് അൻഷിഫിനെന്താ? അവളെ അത്രമാത്രം അവൻ പെരുമാറുന്നതും അതുപോലെ അവളുമായി കൂടി പഴകുന്നതും ഒന്നും അവനക്കൊരു ഇടപഴകുന്നതൊന്നും അവനക്കൊരു വിഷയമല്ലേ? അവനക്ക് അങ്ങനെ ഒരു ഇതില്ലേ? എന്തൊക്കെയോ ഷാമിലിൻ്റെ മനസ്സിൽ കടന്നു വരുന്നു. എന്തിനിപ്പോൾ ചെയ്യാം എനിക്കറിയുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, അവളുടെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കെയർ ചെയ്യുന്നതും നോക്കുന്നതും അത് സിനാനാണ്. അല്ലാതെ ഷാമിൽ ആലോചിക്കുകയാണ്, അൻഷിഫല്ല. ഒരിക്കൽ പോലും ഇത് ശരിക്കും എന്തൊക്കെയോ ഉണ്ട്. പഠിച്ചോനെ അല്ലാ, ആ പെൺകുട്ടിയുടെ ജീവിതം നീ നഷ്ടപ്പെടുത്തില്ല അല്ലാ. റബ്ബേ, എനിക്ക് വേണ്ടിയിട്ട് അവളെ ഞാൻ എൻ്റെ കൂടെ എൻ്റെ നെഞ്ചിലിട്ട് വളർത്തിയത് കൊണ്ടോ അല്ലെങ്കിൽ എനിക്ക് അവൾ വേണമെന്നത് കൊണ്ടോ ഒരിക്കൽ പോലും ഞാൻ ആ ഒരു കേസ് അത് ചിന്തിച്ചിട്ടില്ല റബ്ബേ. അവർ ഒരുമിച്ച് ജീവിക്കണം സന്തോഷത്തോടു കൂടി, അൻഷിഫും ബുഷിയും. അതാണ് ഞാൻ ആഗ്രഹിച്ചത്. ഏതായാലും അവർ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. പക്ഷേ ബുഷിക്ക് എന്തൊക്കെയോ എന്നോട് പറയാനുണ്ടോ എനിക്കറിയില്ല. അവൾ ആ പാതിരാത്രിയിലൊക്കെ ഓരോ മെസ്സേജ് വിടുന്നത് അതെന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഇനി ഒരു പക്ഷേ അവൾക്ക് അവനോട് വല്ല ഇഷ്ടക്കേടുണ്ടാവുമോ? അവർ തമ്മിൽ പൊരുത്തത്തിലല്ലേ? എന്തിന് സിനാൻ അവരെ കാര്യത്തിൽ ഇടപെടുന്നത് എനിക്കറിയുന്നില്ല. ഷാമിലിന് ഓരോരോ സംശയങ്ങൾ കൂടിക്കൂടി വരികയാണ്. എന്നെങ്ങനെയെങ്കിലും
ബുഷിയെ ഒന്ന് അന്ന് ബുഷി ഹോസ്പിറ്റലിൽ വെച്ച് സംസാരിച്ചപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. ഇപ്പം എന്താ ഇതിങ്ങനെ? പഠിച്ചോനെ, ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്ന് ചെന്ന് പിന്നീടൊരു പ്രശ്നം ഉണ്ടാകുക അല്ലെങ്കിൽ ഒരു സ്വസ്ഥതയില്ലായ്മ എന്നൊക്കെ പറയുമ്പോൾ അതിലൊക്കെ എന്തോ ഒരു, സത്യം പറഞ്ഞാൽ നമ്മുടെ ഷാമിലിനെ ബുഷിയെ ഒന്ന് കിട്ടി അവളോട് എല്ലാം ഒന്ന് തുറന്ന് ചോദിക്കണമെന്ന് തന്നെ തോന്നുകയാണ്. കാരണം മറ്റൊന്നുമല്ല, അൻഷിഫിൻ്റെ കാര്യങ്ങൾ ഏറെക്കുറെ നിയന്ത്രിക്കുന്നത് സിനാനാണെന്നുള്ള കാര്യം അവനക്ക് മനസ്സിലായി. അവൻ എന്താ പറയുന്നത് അതിനനുസരിച്ച് മാത്രമേ അൻഷിഫ് നീങ്ങുകയുള്ളൂ. ശരിക്കും അൻഷിഫിൻ്റെ ഗുരുവിനെ പോലെയാണ് സിനാൻ്റെ പെരുമാറ്റം. അവൻ എന്താ പറയുന്നത് അതിനനുസരിച്ച്. ഇതിലേക്ക് എന്തൊക്കെയോ ദുരൂഹതകളുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ അൻഷിഫിന് അതിനുള്ള കഴിവൊന്നുമില്ലേ എൻ്റെ ബുഷിയെ സുഖിപ്പിക്കാനും അവൾക്ക് അവളുടെ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുവാനും അവളുടെ ശരീരവും മനസ്സും ഒന്നായി ചേർത്ത് നിർത്താനുള്ള കഴിവ് അൻഷിഫിനില്ലേ? ഷാമിലിൻ്റെ ആ ഒരു സംശയങ്ങൾ അവനാ രാത്രി ഉറക്കം കിട്ടുന്നില്ല ഓരോന്നാലോചിച്ചിട്ട്. എൻ്റെ ബുഷി, ഞാൻ നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ അന്ന് അങ്ങ് പറഞ്ഞത്, നീ കല്യാണം കഴിച്ച് പോയിക്കോ എന്നുള്ളത്. കാരണം എൻ്റെ ജീവിത അവസ്ഥ അങ്ങനെയായിരുന്നു, എൻ്റെ സിറ്റുവേഷൻ. ഇപ്പോഴല്ലേ കുറച്ച് മെച്ചപ്പെട്ടത്, എൻ്റെ അവസ്ഥ അങ്ങനെയായിരുന്നു. പക്ഷേ ബുഷി, ഞാൻ നിന്നോട് ഒന്നും ഉണ്ടായിട്ടല്ല, മനസ്സിനുള്ളിൽ സ്നേഹമുണ്ട്, ഇഷ്ടമുണ്ട്. പക്ഷെ നീ രക്ഷപ്പെടട്ടെ, നിനക്ക് നല്ല ദാമ്പത്യ ജീവിതം ലഭിക്കട്ടെ എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ ജീവിതത്തിലേക്ക് പറഞ്ഞയച്ചത്. പക്ഷേ നിൻ്റെ ഭർത്താവിന് പകരം നിന്നെ മറ്റൊരാൾ കെയർ ചെയ്യുന്നു, നിന്നെ മറ്റൊരാൾ ഭരിക്കുന്നു, നിന്നെ മറ്റൊരാൾ പറയുന്നത് പോലെയൊക്കെ ചെയ്യുന്നു. അത് എനിക്കത്രയങ്ങ് ഒരു സുഖം പോരാ, എനിക്കത്രയങ്ങ് വിശ്വാസം പോരാ. എന്തൊക്കെയോ എവിടേക്കോ ഒളിഞ്ഞു കിടക്കുന്നു. റബ്ബേ, നീ എന്തായാലും അത് തെളിയിച്ചു കൊണ്ടാ. ബുഷിയുടെ പെരുമാറ്റത്തിൽ അന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, അവൾ ആക്റ്റീവാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോഴാണ് അവൾക്ക് ടെൻഷൻ തുടങ്ങിയത്. അതുവരെ അവൾക്ക് ഒരു ടെൻഷനും ഒന്നുമില്ലായിരുന്നു. ഇപ്പോൾ ഇതാ ശരിക്കും അവളുടെ ജീവിതം ആകപ്പാടെ മാറിപ്പോയ പോലെ. എന്താ ശരിക്കും സംഭവിക്കുന്നത്? അവൻ എന്നോട് പറഞ്ഞത് അൻഷിഫിനെ കാണുന്നില്ല, അവൾ പറഞ്ഞ കാര്യം, അൻഷിഫിനെ കാണുന്നില്ല, നീ ഒന്ന് പോയി നോക്കുമോ എന്ന് പറഞ്ഞത്. മറ്റേ സിനാൻ സാറ് ആ ബാൽക്കണിയിൽ അവരിയ്ക്കുന്നത് സംസാരിക്കുന്നത് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെയോ ഒരു ഒളിച്ചുകളി ഉള്ളതുപോലെ. സത്യം പറഞ്ഞാൽ സിനാനും അൻഷിഫും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നവരാണോ? എൻ്റെ ബുഷിയെക്കുറിച്ചും എല്ലാം അങ്ങനെ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. പിന്നെ ഭാര്യ ഭർത്താക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മാറി അവർ ഭാര്യയും ഭർത്താവുമായി ജീവിക്കുന്ന അങ്ങനെയും എത്രയോ കേട്ടിട്ടുണ്ട്. വല്ല അബദ്ധവശാലും അൻഷിഫെങ്ങാനും എൻ്റെ ബുഷിയെ സിനാനെങ്ങാനും കൈമാറുമോ? അവൻ്റെ സോപ്പിടൽ മയങ്ങി അല്ലാ, എനിക്ക് എൻ്റെ ഹൃദയം വല്ലാതെ ഇടിക്കുന്നു. പഠിച്ചോനെ, ഒന്നും ഉണ്ടാകാൻ പാടില്ല, എൻ്റെ ബുഷിക്കൊന്നും പറ്റാൻ പാടില്ല. അവൾ നിഷ്കളങ്കയായ പെൺകുട്ടിയാണ്, അവളൊന്നും അറിയില്ല, ഒരു തെറ്റിലേക്കും അവൾ വീഴില്ല, അതെനിക്കറിയാം. പക്ഷെ അങ്ങനെയല്ലോ, ഡോക്ടേഴ്സാണ്, അവരൊന്നിനും മടിക്കാത്തതാണ്. ഒരു ചെറിയൊരു ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ ഒരു മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും അറിയില്ല. അവർ എന്തൊക്കെയാണ് സിനാൻ ബുഷിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതെനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ അൻഷിഫിനതറിയില്ല, അൻഷിഫിനതറിയില്ലെന്ന് തോന്നുന്നു. 1-2 തവണ ഞാനൊരു വാണിംഗ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നെ തള്ളി പറയുകയാണ്, നീ അവളെ തട്ടിയെടുക്കുക, എന്തിനു വേണ്ടിയിട്ട്? എനിക്കതിൻ്റെ ഒരു ആവശ്യമില്ല. ഒരിക്കലും അവരുടെ ദാമ്പത്യ ജീവിതം തകർക്കാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് എന്തൊക്കെയോ ദുരൂഹതകൾ റബ്ബേ തോന്നുന്നു. അൻഷിഫ് ശരിക്കൊരു ആണിനുള്ള എല്ലാം അവനില്ലേ? അവൻക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് പ്രയാസങ്ങളുണ്ടോ? അങ്ങനെയാണെങ്കിൽ ചികിത്സിച്ചൂടെ? ഡോക്ടർമാരല്ലേ, എന്തിനുള്ള ചികിത്സയും ഇപ്പോൾ ഉണ്ടല്ലോ. പക്ഷെ ചില ചികിത്സകൾ ഒരു പക്ഷേ പടച്ച റബ്ബ് തരാത്തതാണെങ്കിൽ എന്താ റബ്ബേ, എനിക്ക് സമാധാനമില്ലല്ലോ. അപ്പോൾ ബുഷി ഇതുവരെ ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ചില്ലേ? അവളുടെ ലൈംഗിക ജീവിതത്തിലേക്ക് അവൾ പ്രവേശിച്ചിട്ടില്ലേ? അവൾക്കതിനെക്കുറിച്ച് അറിയില്ലേ? പാവം ബുഷി, അവൾ
ഇത്രയും ദിവസമായിട്ടും എന്താണ് എനിക്കറിയുന്നില്ല. ബുഷിയോടൊന്ന് നേരിട്ട് സംസാരിക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ബുഷിയോട് ഒന്ന് വിളിക്കുവാൻ. പക്ഷേ ഇപ്പോൾ പറ്റില്ല. ഭർത്താവ് അല്ലെങ്കിൽ അവളെ സംശയിച്ച് അവളെ ഉപദ്രവിക്കുമായിരിക്കും. ഇനി ഒരിക്കലും അതിനുള്ളൊരു ചാൻസ് വേണ്ട. ഇനിയിപ്പോൾ എന്താ ഞാൻ ചെയ്യുക എനിക്കറിയുന്നില്ല. അല്ലെങ്കിൽ പിന്നെ നേരെ സിനാൻ്റെ അരികിലേക്ക് ഒന്ന് സോപ്പിട്ട് പോയി നോക്കുക. സോപ്പിട്ട് പോയി നോക്കിയിട്ട് ഞാൻ നോക്കട്ടെ, അതായിരിക്കും നല്ലത്. അങ്ങനെ ആകുമ്പോൾ അവനത് പറയാതിരിക്കില്ല. തന്നോട് തൻ്റെ മുമ്പിൽ നിന്ന് പറഞ്ഞില്ലേ അവൻ കഴിവ് കെട്ടവനാണെന്ന്. എന്തായാലും ഒന്ന് പോയി നോക്കണം. അങ്ങനത്തോരെ കീഴ്പ്പെടുത്താൻ സ്നേഹത്തോടെ പറ്റുള്ളൂ. അല്ല എങ്കിൽ എൻ്റെ ബുഷിയുടെ ജീവിതം ഇല്ലാതാക്കി മാറ്റും. കാരണം ആദ്യം എനിക്കറിയേണ്ടത് മറ്റൊന്നുമല്ല, അതായത് അൻഷിഫിൻ്റെ സ്ഥിതിഗതികളാണ് അറിയേണ്ടത്. അത് ചോദിക്കാൻ ഏറ്റവും നല്ലത് ഒരു പക്ഷെ അവൻ തന്നെ ആയിരിക്കും. ഇനി വേണ്ട, ബുഷിയോട് ചോദിക്കുന്നത് മോശമല്ലേ? ഞാനൊരു ആങ്ങളയല്ലേ? ആങ്ങളയായ സ്ഥിതിക്ക് ഇതൊക്കെ ചോദിക്കുന്നത് മോശമായിരിക്കും. എന്നാൽ ആ നിമിഷം തന്നെ അവൻ ഫോൺ കയ്യിലെടുത്തു. മറ്റൊന്നുമല്ല, സിനാൻ്റെ ഫോണിലേക്ക് ഒരു ഹായ് വിടാം. അവനത് ഹായ് വിട്ടു. ഹായ്, ഇത് ഷാമിലാണ്. സാർ എന്നോട് ക്ഷമിക്കണം. അതായത് സാറേ, ഞാൻ ഒന്നുകൊണ്ടുമല്ല, എനിക്കൊന്നും അറിയില്ലായിരുന്നു. അറിവില്ലായ്മ കൊണ്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ആരിത്? ഷാമിൽ എന്നുള്ള ആ ഒരു പേര് വന്നപ്പോഴേ. ഷാമിലോ? ഷാമിൽ, നീ എന്തീ പറയുന്നത്? ഷാമിലേ, ഞാൻ ബുഷിയെ കെയർ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് നിനക്ക് മനസ്സിലായോ? ഇല്ല സർ, എനിക്ക് മനസ്സിലായിട്ടില്ല. അത് എന്താണെന്ന് വെച്ചാൽ ഞാനെല്ലാം തുറന്നു പറയാം. നിന്നോടായിട്ടൊന്നും മറച്ചു വെക്കുന്നില്ല. ശരിയായിരിക്കാം, നീ അവളുടെ പഴയ കാമുകനായിരിക്കാം. പക്ഷേ ഇപ്പോൾ സർ, ഞാൻ ഒരിക്കലും ആ രീതിയിലല്ല. അവളുടെ കാര്യങ്ങളെ ഞാൻ ഒരു പെങ്ങളെ രീതിയിലാണ് അവളെ കണ്ടിട്ടുള്ളൂ. വിവാഹം കഴിഞ്ഞതിന് ശേഷം അങ്ങനത്തെ ചിന്താഗതി എനിക്കില്ലായിരുന്നു, മറ്റു ചിന്തയൊന്നും. ശരിയാണ്, ഞാൻ അവൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എൻ്റെ സിറ്റുവേഷൻ കൊണ്ട് ഞാനായിട്ട് പറഞ്ഞു. അപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നി നിങ്ങൾ വീട്ടിലേക്ക് കല്യാണം എല്ലാം ശരിയായി. സത്യം പറഞ്ഞാൽ സന്തോഷമായിരുന്നു എനിക്ക്. അവൾക്ക് നല്ല ജീവിതം കിട്ടട്ടെ എന്ന് മനസ്സിൻ്റെ ഉള്ളിലൊരു തേങ്ങലുണ്ടെങ്കിലും സാരല്ല, നമ്മൾ എളാപ്പ മൂത്താപ്പ മക്കൾ, ജ്യേഷ്ഠനേന് മക്കൾ, അങ്ങനെ സപ്പോർട്ട് വേണമല്ലോ. ഞാൻ അവളൊരു ബ്രദറെ പോലെ കണ്ടു. അവളുടെ വിവാഹത്തിനൊക്കെ പങ്കെടുത്തു. സാരമില്ല, നമ്മളൊരു കാലത്ത് സ്നേഹിച്ചെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഞാനിതിന് വേണ്ടിയിട്ട്. അല്ലാതെ എനിക്ക് ഒരിക്കൽ പോലും അവളെ സ്വന്തമാക്കണമെന്നോ അത് വിചാരിച്ചിട്ടില്ല. അവളുടെ നല്ല ഹാപ്പി ലൈഫ് അതായിരുന്നു ഞാൻ കരുതിയത്. ഓ, അങ്ങനെ സന്തോഷത്തോടു കൂടി യാത്ര അയച്ചതായിരിക്കും അല്ലേ പെങ്ങളെ? സാർ, എന്നാൽ ഒരിക്കൽ പോലും അവൾക്ക് സന്തോഷം കിട്ടാൻ പോകുന്നില്ല. ശരിക്കും അതാ സിനാൻ്റെ വാക്ക് കേട്ട് ഒന്ന് ഞെട്ടി. എന്താ പറയുന്നത്? അതെ, ഞാൻ കാര്യമാണ് പറയുന്നത്. അൻഷിഫ് അവൻ കഴിവുകെട്ടവനാണ്. അവൻക്ക് ഒരു പെണ്ണിനെ സുഖിപ്പിക്കുവാനോ അല്ലെങ്കിൽ ഒരു പെണ്ണിനെയും ഗർഭിണിയാക്കുവാനുള്ള കഴിവില്ല. അവന് അത്രേ ഉള്ളൂ. അത് കേട്ട ഷാമിൽ ഞെട്ടിത്തെറിച്ചു പോയി. സർ, നിങ്ങൾ അതാണ് ഷാമിലെ, ഞാൻ അവന് സപ്പോർട്ടീവായിട്ട് എപ്പോഴും കൂടെ നിൽക്കുന്നത്. അല്ലാതെ നീ വിചാരിക്കുന്ന പോലെ അതെനിക്ക് മനസ്സിലായി. പക്ഷേ എന്താണ് ശരിക്കും പ്രശ്നം? അവന് കഴിവില്ല. അവന് പെണ്ണ് അവൻ്റെ ഉമ്മ പറഞ്ഞിട്ട് കെട്ടിയതാ. അവന് ഒരു ഇതുമില്ല. അവന് ഉമ്മ പറഞ്ഞിട്ട് കല്യാണം കഴിച്ച് കൊണ്ടുവന്നതാണ്. ബുഷിക്ക് കാര്യങ്ങളൊക്കെ അറിയുമായിരിക്കും. അവളതൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും. എന്തൊക്കെ തന്നെയാലും ഷാമിൽ, ഞാൻ മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല. ഒരു ട്രീറ്റ്മെൻറ്റ് അവർക്ക് എങ്ങനെയെങ്കിലും ഒരു കുഞ്ഞെന്നുള്ള രീതിയിലൊക്കെയാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷേ ഭയങ്കര പ്രശ്നമാണ്. ചുരുക്കി പറഞ്ഞാൽ ഞാനിപ്പോൾ അവരുടെ ഒന്നിനും നിൽക്കുന്നില്ല. അതെന്താ സാർ? അല്ലേ, നമ്മളെ കണ്ടുകൂടാ, പിന്നെ ഇപ്പോൾ എന്തിനാണ് നമ്മൾ വെറുതെ നിൽക്കുന്നത്? പിന്നെ അൻഷിഫ് കഴിവ് കെട്ടവെന്ന് വെച്ചാൽ കഴിവ് കെട്ടവൻ, ഒന്നിനുള്ള കഴിവില്ല. എന്നാൽ ഒരു ഭാര്യയെ സംസാരിച്ചെങ്കിലൊന്ന് കൊഞ്ചിച്ച് കുഴപ്പിച്ച് അവളുടെ വിചാരങ്ങളെ ഉയർത്താനുള്ള ആ ഒരു പല രീതിയിലൊക്കെ ഉണ്ടല്ലോ, അതുമില്ല, ഒന്നുമില്ല. ചുരുക്കി പറഞ്ഞാൽ അവനൊരു ആണെന്നുള്ള പേരേ ഉള്ളൂ, വേറൊരു സംഗതിയും അവൻക്കില്ല. ശരിക്കും എല്ലാം കേട്ട് ഷാമിൽ ഞെട്ടി. ഓക്കെ സർ, എന്നാൽ പിന്നെ
ആ, ഓക്കെ ഓക്കെ. ഷാമിൽ ഫോൺ കട്ട് ചെയ്തു. അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ വിചാരിച്ചതൊക്കെ സംഭവിച്ചിരിക്കുന്നു. പാവം, ഒരു ശേഷിയുമില്ലാത്ത, ലൈംഗിക ശേഷിയില്ലാത്ത ഒരാളാണോ അവളുടെ ഭർത്താവ്? വെറുതെയല്ല സിനാൻ പിന്നാലെ കൂടുന്നത്. അവളിലെ രക്തം ഊറ്റിക്കൊടുക്കാൻ ഒരു കൊതുകിനെ പോലെയാണ്. പക്ഷേ ഇയാൾ പറഞ്ഞത് അത്രയെങ്കിലും വിശ്വസിക്കാൻ വയ്യ. ഇത് കൺഫേം ചെയ്യണം. കൺഫേം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഇതിന് നടപടികളുമായി മുന്നോട്ട് പോകണം. പക്ഷേ ഇയാൾ പറഞ്ഞത് അത്രയെങ്കിലും വിശ്വസിക്കാൻ എനിക്കാവുന്നില്ല. എന്തൊക്കെ തന്നെയായാലും ബുഷിയോട് നേരിട്ട് തന്നെ ചോദിക്കണം ഇൻഷാ അല്ലാ. ഷാമിലിന് ബുഷിയോട് എന്തൊക്കെയോ ചോദിക്കാനുണ്ട്. ഒരിക്കൽ പോലും അതൊരു മടി കാണിക്കുകയല്ല. ജീവിക്കുവാൻ വേണ്ടി, ജീവിതത്തിന് വേണ്ടി അവൾ പോകണം. അവൻ വിളിക്കുന്നത് കേൾക്കണം. ഷാമിലിന് അല്പം സംസാരിക്കാനുണ്ട്. പക്ഷെ അവൾക്ക് ഭയമായിരിക്കും. എങ്കിലും സാരമില്ല, അവളോട് സംസാരിക്കണം ഇതിനെക്കുറിച്ച്. എല്ലാം അവൾ തുറന്നു പറയട്ടെ. അവൾ എന്താണ് ഭയക്കുന്നത്? എന്താണ് തൻ്റെ ഭർത്താവിനെക്കുറിച്ച് ഒരു കാര്യങ്ങളും പറയാത്തത്? എന്നാലും ബുഷി എന്തിനായിരിക്കും അത് മറച്ചു വെച്ചത്? അതാണ് വലിയ ട്വിസ്റ്റ്. ഷാമിലിൻ്റെ മനസ്സിൽ പല പല ചിന്തകൾ. അതെ, ബുഷി ഇപ്പോഴും ഫ്രഷാണ്. അവളിപ്പോഴും കന്യകയാണ്. പക്ഷേ ഒരാളെയും അവളെ ഞാൻ തൊടാൻ സമ്മതിക്കില്ല. ഷാമിലിൻ്റെ മനസ്സിനുള്ളിലുള്ള ആഗ്രഹം അവൻ പടച്ച റബ്ബിനോട് പറഞ്ഞു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. ഒരു പക്ഷേ സിനാൻ്റെ കയ്യിലെങ്ങാനും ബുഷിയെ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പാണ് ആ കന്യാചർമ്മം അവനങ്ങ് ഇല്ലാതാക്കും. ഉറപ്പാണ്. ഷാമിലിൻ്റെ മനസ്സിൽ പല പല ചിന്തകൾ. ബുഷിയെ ആർക്കും ഞാൻ വിട്ടുകൊടുക്കൂല. ഒരു കുട്ടിക്കും ഡോക്ടറിനോട് ചോദിക്കണം, പറയണം, എല്ലാം അറിയണം. എന്നിട്ട് ബുഷിയോടും. പക്ഷേ മറ്റൊരുത്തനും ബുഷിയെ തൊടാൻ ഞാൻ സമ്മതിക്കില്ല. ഷാമിലിൻ്റെ രക്തം അതാ കൂടുതൽ തിളച്ചു മറിയുന്ന പോലെ അവന് തോന്നി. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.